ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈത്തണിലെ ഫങ്ഷൻസ് ആണ്. പൈത്തണിലെ ഫങ്ഷൻസ് അല്ലെങ്കിൽ മൊഡ്യൂൾ എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. പൈത്തൺ ഫങ്ഷൻസ് അല്ലെങ്കിൽ മൊഡ്യൂൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ കയ്യിലൊരു പ്രോബ്ലം ഉണ്ട്, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. അതിനകത്ത് പല ടാസ്കുകളുണ്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ടാസ്കുകളാണ്. അങ്ങനെയാണെങ്കിൽ ആ ടാസ്കുകൾ നമ്മൾ മൊഡ്യൂൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അത് പിന്നെ ഇൻവോക്ക് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് പിന്നീട് അതിനെ ഇമ്പോർട്ട് ചെയ്ത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ സെൽഫ് കണ്ടെയ്ൻഡ് ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ക്യാരീസ് ഔട്ട് സം വെൽ ഡിഫൈൻഡ് ടാസ്ക്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മൊഡ്യൂൾ. സെൽഫ് കണ്ടെയ്ൻഡ് ബ്ലോക്ക് ഓഫ് പ്രോഗ്രാമിംഗ് കോഡ്സ് ആണ്. അതൊരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടി നമ്മൾ എഴുതുകയാണെങ്കിൽ അതിനെയാണ് പൈത്തണിൽ മൊഡ്യൂൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം വരുമ്പോൾ അവിടെ നമ്മൾ മൊഡ്യൂളുകളാക്കി തിരിച്ചിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മൊഡ്യൂളുകൾ ഓരോരോ ഫംഗ്ഷനാക്കി എഴുതിയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇനി വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ഫങ്ഷൻസ് ഓർ മൊഡ്യൂൾസ്? ഒന്ന്, റീയൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ എഴുതുന്ന പ്രോഗ്രാമിംഗ് കോഡുകൾ, ഈ മൊഡ്യൂളുകൾ അല്ലെ ഫംഗ്ഷനുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോംപ്ലക്സിറ്റി ഹൈഡ് ചെയ്യും. കാരണം ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ഇൻബിൽറ്റ് ആയിട്ട് പൈതൺ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കുറേ മൊഡ്യൂളുകൾ അവൈലബിൾ ആണ്, മാത്ത് മൊഡ്യൂളൊക്കെ. അപ്പം ഞാൻ ആ മാത്ത് മൊഡ്യൂൾ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് ബോധർ ചെയ്യാതെ ആ കോംപ്ലക്സിറ്റിയെ ഹൈഡ് ചെയ്തിട്ട് എനിക്ക് ആ ഫംഗ്ഷൻ പുറമേ നിന്നുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. സോ ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചർ അത് നമുക്ക് തരുന്നു. അപ്പം നമ്മുടെ കോംപ്ലക്സിറ്റി ഹൈഡ് ചെയ്യാം ഈ മൊഡ്യൂൾ. അപ്പം നമ്മൾ മൊഡ്യൂളിനെ ജസ്റ്റ് കോൾ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അടുത്തത് ഡിവിഷൻ ഓഫ് ലേബർ. നമുക്ക് നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് വലിയൊരു ടാസ്ക് ചെയ്യാൻ ഇൻഡിപെൻഡൻറ്റ് മൊഡ്യൂൾസ് ഉണ്ടെങ്കിൽ നമുക്കത് ഡിവൈഡ് ചെയ്ത് പലർക്കായിട്ട് കൊടുത്തിട്ട് നമുക്ക് പാരലലി ഈ ടാസ്ക് ചെയ്ത് നമുക്ക് നമുക്ക് സൊല്യൂഷനിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ പോസിബിൾ ആണ്. അടുത്തത് ഇംപ്രൂവ്സ് ഡീബഗിങ് ആൻഡ് ടെസ്റ്റിംഗ്. കാരണം ഓരോരോ ടാസ്കുകൾ ഇൻഡിപെൻഡൻറ്റ് മൊഡ്യൂൾസ് അല്ലേ, അപ്പോൾ അതിനെ എക്സിക്യൂട്ട് ചെയ്ത് അതിനകത്ത് എറർ ഉണ്ട് തിരുത്തി ഡീബഗ് ചെയ്യാം. അതിനകത്തുള്ള ഇൻപുട്ട് വേരിയബിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനെ ടെസ്റ്റ് ചെയ്യാം. സോ ദാറ്റ്സ് ദ അനദർ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് പൈത്തൺ ഫങ്ഷൻസ് ഓർ മൊഡ്യൂൾസ്. അടുത്തത് സ്കേലബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പുതിയൊരു ഫംഗ്ഷനാലിറ്റി ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയൊരു മൊഡ്യൂൾ അതിന് വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ടൊരു മൊഡ്യൂൾ എഴുതിയാൽ മതി. അപ്പോൾ സ്കേലബിൾ ആണ്. ഓക്കെ, നമ്മുടെ പ്രോഗ്രാമിൻ്റെ സ്കേലബിൾ ആക്കി നമുക്ക് ഉപയോഗിക്കാം. അടുത്തത് റെഡ്യൂസസ് ഡെവലപ്മെന്റ് കോസ്റ്റ്. എങ്ങനെയാണ് ഡെവലപ്മെന്റ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ മൊഡ്യൂളുകൾ ഒരു പ്രാവശ്യം ഒരു ഫംഗ്ഷന് വേണ്ടി എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ആ ഫംഗ്ഷൻ ആവശ്യം വരുമ്പോഴൊക്കെ നമ്മൾ അത് ഉപയോഗിച്ചാൽ പോരെ, വീണ്ടും ആദ്യം മുതൽ ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് റെഡ്യൂസസ് ദ ഡെവലപ്മെന്റ് കോസ്റ്റ്. ഇനി എങ്ങനെയാണ് പൈത്തണിൽ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ മൊഡ്യൂൾ എഴുതുന്നത്? അപ്പോൾ ഡെഫ് എന്ന് പറയുന്ന ഒരു കീവേഡിന് ശേഷം ഫോളോഡ് ബൈ നമ്മൾ എഴുതാൻ പോകുന്ന മൊഡ്യൂൾ അല്ലെങ്കിൽ ഫംഗ്ഷന്റെ പേര്, ഫോളോഡ് ബൈ പാരാമീറ്റർ ലിസ്റ്റ്. പാരാമീറ്റർ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫംഗ്ഷനിലോട്ട് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡാറ്റ പാസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പാരാമീറ്റേഴ്സ് 1 by 1 ആയിട്ട് കോമ ഇട്ട് എഴുതുക, അതിനുശേഷം കോളൻ ഇടുക, അതിനുശേഷം ആ ഫംഗ്ഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ ആ പ്രോഗ്രാം നമ്മൾ എഴുതി കൊടുക്കുക. അവസാനം ഒരു റിട്ടേൺ എന്ന് പറയുന്ന കീവേഡിന് ശേഷം നമുക്ക് എന്തെങ്കിലും റിട്ടേൺ വാല്യൂ ഉണ്ടെങ്കിൽ റിട്ടേൺ ദാറ്റ് വാല്യൂ, അങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ദിസ് ഈസ് ദ ജനറൽ സ്ട്രക്ചർ ഓഫ് ഡിഫൈനിങ് എ ഫംഗ്ഷൻ ഇൻ പൈത്തൺ. ഇനി ദിസ് ഈസ് ആൻ എക്സാമ്പിൾ. ഇവിടെ നോക്കിയേ, ഡഫ് നമ്മളുടെ പൈത്തൺ മൊഡ്യൂൾ അല്ലെങ്കിൽ ഫംഗ്ഷന്റെ പേര് മൈ ഫംഗ്ഷൻ. പക്ഷേ ഇവിടെ നിങ്ങൾ ബ്രാക്കറ്റിൽ നോക്കിയാൽ ഞാൻ ആർഗ്യുമെന്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല, ഞാൻ ഇതിനകത്തോട്ട് ഡേറ്റ ഒന്നും പാസ് ചെയ്തിട്ടില്ല. ഈ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്, ഹലോ ഫ്രം എ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം പ്രിന്റ് ചെയ്യും. അപ്പം ഞാൻ മെയിൻ പ്രോഗ്രാമിൽ നിന്നുകൊണ്ട് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു, ദറ്റ് ഈസ് മൈ ഫംഗ്ഷൻ എന്ന് കോൾ ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ ഇൻവോക്ക് ആവും. അപ്പോൾ പൈത്തണിൽ സാധാരണയായിട്ട് നമ്മൾ ഫംഗ്ഷനുകൾ ആദ്യം എഴുതിയിട്ട് പിന്നീടാണ് ആ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുന്നത്. ഇനി നമുക്ക് പല രീതിയിൽ ഈ പൈത്തൺ മൊഡ്യൂൾ അല്ലെങ്കിൽ ഫംഗ്ഷനുകൾ എഴുതാം. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന എക്സാമ്പിളിൽ നിങ്ങൾ ഒരു ഫംഗ്ഷൻ കാണും, ആ ഫംഗ്ഷന്റെ പേര് സം എന്നാണ്. ആ സമ്മ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 വാല്യൂസ് റീഡ് ചെയ്തിട്ട് അവയുടെ സം എടുക്കുക, അവിടെ വെച്ചിട്ട് തന്നെ അത് പ്രിന്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ആർഗ്യുമെന്റ്സ് ഒന്നും പാസ് ചെയ്യുന്നില്ല, അതുപോലെ ഈ ഫംഗ്ഷൻ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. മെയിൻ പ്രോഗ്രാമിൽ നിന്നുകൊണ്ട് ഞാൻ സമ്മിനെ കോൾ ചെയ്യുന്നു. അപ്പോൾ സം ഈ ഫംഗ്ഷൻ്റെ അവിടെ ചെല്ലുന്നു. ആ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് നമ്പർ റീഡ് ചെയ്ത് എയിലോട്ട് സ്റ്റോർ ചെയ്യുന്നു, സെക്കൻഡ് നമ്പർ റീഡ് ചെയ്ത് ബിയിലോട്ട് ചെയ്യുന്നു, എസിലോട്ട് A+B സ്റ്റോർ ചെയ്യുന്നു, അവിടെ വെച്ചിട്ട് തന്നെ അത് പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതെന്തെങ്കിലും മെയിൻ പ്രോഗ്രാമിലോട്ട് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. അതുപോലെ മെയിൻ പ്രോഗ്രാമിൽ നിന്ന് സമ്മിനകത്ത് നമ്മൾ ആർഗ്യുമെന്റ്സ് ഒന്നും പാസ് ചെയ്യുന്നതുമില്ല. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഇതിനകത്ത് ഞാൻ CD ഈ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ നോക്കിയേ. സം എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ മൊഡ്യൂളിന്റെ ഡെഫിനിഷനകത്ത് CD എന്ന് പറയുന്ന 2 ആർഗ്യുമെന്റ്സ് ഉണ്ട്. അപ്പം CD വന്നു കഴിഞ്ഞാൽ ഉടനെ അത് എന്ത് ചെയ്യും, C+D സം ചെയ്തിട്ട് എസിലോട്ട് സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ അതിനെ പ്രിന്റ് ചെയ്യുന്നു. അപ്പം ഇവിടെ നാം മെയിൻ പ്രോഗ്രാമിൽ നിന്നുകൊണ്ട് 2 ആർഗ്യുമെന്റ്സ് കോൾ ചെയ്യുന്നുണ്ട്, 3ഉം 4ഉം. അപ്പൊ ഈ 3, 4 എന്ന് പറയുന്നത് ഇതിന്റെ ആക്ച്വൽ ആർഗ്യുമെന്റ്സും അവിടെ കാണുന്ന സിയും ഡിയും എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഡെഫിനിഷനുള്ള ഇതിനെ നമ്മൾ ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്നുമാണ്, ഫോർമൽ ആർഗ്യുമെന്റ്സ് എന്നുമാണ് പറയുന്നത്.
അപ്പം നമ്മൾ കോൾ ചെയ്യുമ്പോൾ മെയിൻ പ്രോഗ്രാമിൽ നിന്നുകൊണ്ട് കോൾ ചെയ്യുമ്പോൾ നമ്മൾ പാസ് ചെയ്യുന്ന ആ വാല്യൂസിനെ ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്നും ഫംഗ്ഷൻ ഡെഫിനിഷനിൽ കാണുന്ന ആർഗ്യുമെന്റ്സിനെ നമ്മൾ എന്താണെന്ന് പറയുന്നത് ഫോർമൽ ആർഗ്യുമെന്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ 3ഉം 4ഉം നമ്മളുടെ ആക്ച്വൽ ആർഗ്യുമെന്റ്സും സിയും ഡിയും നമ്മളുടെ ഫോർമൽ ആർഗ്യുമെന്റ്സും. അപ്പോൾ ഇവിടെ നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ ആർഗ്യുമെന്റ്സ് ഉണ്ട്, പക്ഷേ ഈ ഫംഗ്ഷൻ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. അത് കോൾ ചെയ്യുമ്പോൾ തന്നെ അവിടെ വെച്ചിട്ട് തന്നെ ഇത് എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് റിസൾട്ട് പ്രിന്റ് ചെയ്യുകയാണ്. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കി, ഇവിടെ റിട്ടേൺ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ഫംഗ്ഷൻ സം 4 5 എന്ന് കോൾ ചെയ്യുമ്പോൾ സിക്ക് കറസ്പോണ്ടിങ് 4ഉം ഡിക്ക് കറസ്പോണ്ടിങ് 5ഉം എത്തുന്നു, സം ചെയ്യുന്നു. ഈ സം തിരിച്ച് ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യുന്നുണ്ട് മെയിൻ പ്രോഗ്രാമിലോട്ട്. ആ റിട്ടേൺ വാല്യൂ ആയിരിക്കും ഇവിടെ പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫംഗ്ഷൻസ് വിത്ത് ആർഗ്യുമെന്റ്സ് ആണ്. ആൻഡ് ഓൾസോ ദർ ഇസ് എ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഇൻ ദ ഫംഗ്ഷൻ ഡെഫിനിഷൻ. സോ ദർ ഇസ് എ റിട്ടേൺ വാല്യൂ ഹിയർ. ഇനി നമുക്ക് ആർഗ്യുമെന്റ്സിനെ തന്നെ രണ്ട് രീതിയിൽ പറയാനുണ്ട്, പൊസിഷണൽ ആർഗ്യുമെന്റ്സ് എന്നും കീവേഡ് ആർഗ്യുമെന്റ്സ്. നമ്മൾ നേരത്തെ കണ്ട ഈ ആർഗ്യുമെന്റ്സ് എല്ലാം പൊസിഷണൽ ആർഗ്യുമെന്റ്സ് ആണ്. കാരണം എക്ക് 4ന് സിക്ക് കറസ്പോണ്ടിങ് 4 എന്ന് പറയുന്ന വാല്യൂ, ഡിക്ക് കറസ്പോണ്ടിങ് 5 എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ പൊസിഷന് ഇമ്പോർട്ടൻ്റ് ഉള്ള ആർഗ്യുമെന്റ്സിനെ നമ്മൾ പൊസിഷണൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയും. ഇനി കീവേഡ് ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ കാണുന്നത് കീവേഡ് ആർഗ്യുമെന്റ്സ് ഉള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഈ മൈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ AB അല്ലേ. ഇവിടെ ഞാൻ ആ മൈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ മെയിൻ പ്രോഗ്രാമിൽ നിന്നുകൊണ്ട് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ A = 3. അപ്പോൾ എ എന്ന് പറയുന്ന ആർഗ്യുമെന്റ് വാല്യൂ 3 ആണെന്നും ബിയുടെ വാല്യൂ 4 ആണെന്നും ഞാൻ പ്രോഗ്രാമിൽ നിന്നുകൊണ്ട് തന്നെ സ്പെസിഫൈ ചെയ്യുന്നു. സോ ഇങ്ങനെയുള്ള ആർഗ്യുമെന്റ്സിനെയാണ് നമ്മൾ കീവേഡ് ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ടൈപ്പ് ഒരു ഡിഫോൾട്ട് അല്ലെങ്കിൽ ഓപ്ഷണൽ ആർഗ്യുമെന്റ്സിലോട്ട് പോകാം. ഇവിടെ നിങ്ങൾ കാണുന്നു സാമ്പിൾ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ ഡെഫിനിഷൻ കാണുന്നു. അതിനകത്ത് എ വാല്യൂ ഒന്നും പാസ് ചെയ്യുന്നില്ല, ബിയിൽ 7 ആണെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇവിടെ നമ്മളൊരു കീവേഡ് ആർഗ്യുമെന്റ് തന്നെയാണ്, പക്ഷെ ഇതിനെ നമുക്ക് പറയാം ഡിഫോൾട്ട് ആർഗ്യുമെന്റ് എന്ന് പറയും. ഉദാഹരണമായിട്ട് ഞാൻ ഈ സാമ്പിൾ എന്ന് പറയുന്ന ഈ ഫംഗ്ഷനെ കോൾ ചെയ്തപ്പോൾ ഞാൻ 3 അല്ലേ പാസ് ചെയ്യുന്നുള്ളൂ. സോ ഈ എക്ക് കറസ്പോണ്ടിങ് ഈ 3 വരും. ഡിഫോൾട്ട് ആയിട്ട് ആർഗ്യുമെന്റ് ആയിട്ട് ബിയുടെ വാല്യൂ എന്ത് വരും, 7 എന്ന് വരും. സോ സാമ്പിൾ 3 എന്ന് ഞാൻ മെയിൻ പ്രോഗ്രാമിൽ നിന്ന് ഇൻവോക്ക് ചെയ്താൽ എൻ്റെ റിസൾട്ട് ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എയുടെ വാല്യൂ 3 എന്നും ബിയുടെ വാല്യൂ 7 എന്നും വരും. അതേസമയം ഞാൻ സാമ്പിൾ 3 4 എന്നാണ് പാസ് ചെയ്യുന്നതെങ്കിൽ എയുടെ വാല്യൂ 3 വരും, ബിയുടെ വാല്യൂ ഈ 7നെ റീറൈറ്റ് ചെയ്തുകൊണ്ട് നമ്മളിപ്പം പാസ് ചെയ്ത വാല്യൂ 7 വരും. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ B = 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഏത് ആർഗ്യുമെന്റ്സ് ആണ്, ഡിഫോൾട്ട് ആയിട്ട് നമ്മളൊരു വാല്യൂ പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഡിഫോൾട്ട് ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. ഈ എക്സാമ്പിൾ നിങ്ങൾ നോക്കിയേ, ഈ എക്സാമ്പിളിൽ എ ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് സാമ്പിൾ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. എക്ക് വാല്യൂ ഒന്നും പറഞ്ഞിട്ടില്ല, ബിയിൽ ഡിഫോൾട്ട് ആയിട്ട് 7 പറഞ്ഞു, സിയിൽ ഡിഫോൾട്ട് ആയിട്ട് 9 എന്ന് പറയുന്ന വാല്യൂ പറഞ്ഞു. അപ്പോൾ ഡിഫോൾട്ട് ആർഗ്യുമെന്റ്സ് ആണ്. എന്നിട്ട് ഞാൻ സാമ്പിൾ 3 എന്ന് ഇൻവോക്ക് ചെയ്തു മെയിൻ പ്രോഗ്രാമിൽ നിന്നുണ്ട്. സോ 3 7 9 എന്ന് പറഞ്ഞ് എ ബി സിയുടെ 3 വാല്യൂസ് ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കും അക്കോർഡിംഗ് ടു ദ ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഇനി ഞാൻ സാമ്പിൾ 3 4 എന്നാണ് കോൾ ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് എയുടെ വാല്യൂ 3 വരും, ബിയുടെ വാല്യൂ 7 മാറ്റിയിട്ട് എന്ത് വരും, 4 വരും, സിയുടെ വാല്യൂ 9 തന്നെ വരും. അപ്പോൾ 3 4 9 എന്നായിരിക്കും എൻ്റെ രണ്ടാമത്തെ റിസൾട്ട് ഇവിടെ പ്രിന്റ് ചെയ്യുന്നത്. അതേസമയം ഞാൻ സാമ്പിൾ 3 C = 5, ഇവിടെ ഞാൻ മെയിൻ പ്രോഗ്രാമിൽ നിന്നോട്ട് കീവേഡ് ആർഗ്യുമെന്റ് സിയുടെ വാല്യൂ ഇന്നതാണെന്ന് ഞാൻ ഇവിടെ നിന്നോട്ട് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എയുടെ വാല്യൂ എന്തായിട്ട് മാറി, എയുടെ വാല്യൂ 3 ആയിട്ട് മാറി. ബിയുടെ വാല്യൂ ഡിഫോൾട്ട് ആർഗ്യുമെന്റ് ഡെഫിനിഷനിൽ അത് 7 ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ആ 7 തന്നെ. പക്ഷെ സിയുടെ വാല്യൂ ഞാൻ ഇവിടെ കീവേഡ് ആർഗ്യുമെന്റ് വഴി പറഞ്ഞു കൊടുത്തു, സിയുടെ വാല്യൂ എന്തായിരിക്കണമെന്ന് 5. അപ്പോൾ എൻ്റെ ആൻസർ 3 7 5 എന്നുള്ളതാണ്. ഇനി നമ്മളൊരു ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഇങ്ങനെ ഡിഫോൾട്ട് ആർഗ്യുമെന്റ്സ് നമ്മളുടെ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ എഴുതുമ്പോൾ ഡിഫോൾട്ട് ആർഗ്യുമെന്റ്സ് ഏറ്റവും അവസാനമേ എഴുതാവുള്ളൂ. ഉദാഹരണമായിട്ട് ഞാൻ നേരത്തെ എഴുതിയ എ ബി = 7 സി = 9 ശരിയാണ്, പക്ഷെ ഞാൻ ആദ്യം എ = 7 ഇട്ടു, ബിക്ക് ഞാൻ വാല്യൂ കൊടുക്കുന്നില്ല. അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഡിഫോൾട്ട് ആർഗ്യുമെന്റ്സ് നിങ്ങൾ അവസാനമേ കൊടുക്കാവുള്ളൂ. ആദ്യം നോൺ ഡിഫോൾട്ട് ആർഗ്യുമെന്റ്സ് കൊടുത്തിരിക്കണം. ഓക്കെ, അതാണ്. ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൈത്തണിൽ എന്ത് കാണിക്കും, എറർ കാണിക്കും. ഓക്കെ, അപ്പം ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്, ഈ പൈത്തണിൽ നമ്മൾ ഇപ്പം യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ മൊഡ്യൂൾസ് എഴുതിയത്, അതുകൂടാതെ പൈത്തണിൽ നമ്മളുടെ പൈത്തൺ മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പൈത്തൺ പ്രോഗ്രാമിന്റെ ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് മൊഡ്യൂൾസുകൾ അതിനൊപ്പം ഡിഫോൾട്ടായിട്ട് ഇൻസ്റ്റാൾ ആവാറുണ്ട്. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇമ്പോർട്ട് ഉപയോഗിച്ചിട്ട് ആ മൊഡ്യൂളുകൾ നമ്മുടെ പ്രോഗ്രാമിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഉദാഹരണമായിട്ട് എങ്ങനെയൊക്കെ നമുക്ക് ഈ പ്രോഗ്രാമിലുള്ള ഡിഫോൾട്ട് ആയിട്ടുള്ള മൊഡ്യൂൾസുകളെ നമുക്ക് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ ഇമ്പോർട്ട് മാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാത്ത് എന്ന് പറയുന്ന മൊഡ്യൂൾ അല്ലെങ്കിൽ മാത്ത് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മുടെ പ്രോഗ്രാമിലോട്ട് ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ എക്സിലോട്ട് math.py മാത്തിനകത്തുള്ള പൈ എന്ന് പറയുന്ന വാല്യൂ എടുക്കുന്നു. ഓക്കെ,
അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളുടെ യൂസർ ഡിഫൈൻഡ് മൊഡ്യൂൾസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് അല്ല, പകരം സിസ്റ്റം ഡിഫൈൻഡ് ആയിട്ടുള്ള മൊഡ്യൂൾസിനെ കുറിച്ചാണ്. അപ്പോൾ ഒന്ന് ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ ലൈബ്രറി മൊഡ്യൂൾസ് നമ്മുടെ പ്രോഗ്രാമിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ സെയിം സാധനം തന്നെ നമുക്ക് ഫ്രം സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം. എങ്ങനെ എടുക്കാം? ഫ്രം മാത്ത് എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്ന് ഇമ്പോർട്ട് പൈ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ പ്രോഗ്രാമിന് x = പൈ എന്ന് കൊടുത്തിട്ട് നമുക്ക് ഈ വാല്യൂനെ നമുക്ക് പ്രിന്റ് ചെയ്യാം. ഇനി നമുക്ക് റീനെയിമിങ് ചെയ്തിട്ട് പറ്റും മൊഡ്യൂളുകളാണ്. ദറ്റ് ഈസ് ഇമ്പോർട്ട് മാത്ത് ആസ് എന്തെങ്കിലും ഒരു വേരിയബിൾ നെയിം എന്നിട്ട് m.py അങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്കൊരു മൊഡ്യൂളുകളിലുള്ള എല്ലാ ഫങ്ഷൻസും വേരിയബിൾസിനെ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഫ്രം മാത്ത് ഇമ്പോർട്ട് സ്റ്റാർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മാത്തിലുള്ള എല്ലാ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ അവിടെയുള്ള പൈ മാത്രമല്ല കോസ് വാല്യൂ സൈൻ വാല്യൂ ഒക്കെ ചെയ്യാനുള്ള എല്ലാത്തിൻ്റെയും നമ്മുടെ പ്രോഗ്രാമിലോട്ട് ഇമ്പോർട്ട് ആവും. അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഉള്ള പ്രോഗ്രാംസ് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.